അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യ ദിനരാത്രങ്ങളിലെ നമ്മുടെ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അധ്യായം സൂറത്തുൽ അലഖാണ്. ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൽ നിന്ന് അവതീർണമായ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ അലഖ്. എല്ലാവർക്കും സുപരിചിതമായ വചനം ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്കത് ഗ്രഹിക്കാൻ ശ്രമിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സദഖല്ലാഹുൽ അലിയുൽ അലീം. ദൈവദൂതന് ആദ്യമായി ജിബ്രീൽ മാലാഖ വഴി അവതരിപ്പിക്കപ്പെടുന്ന വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. ദൈവനാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വചനമാണിത്. സത്യത്തിൽ വിശ്വാസികൾക്ക് നിർദ്ദേശമായി, കൽപ്പനയായി ദൈവം ആദ്യമായി അവതരിപ്പിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നോമ്പെടുക്കാനല്ല, ഹജ്ജ് ചെയ്യാനല്ല, മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യാനല്ല. ആദ്യത്തെ ആഹ്വാനം, കൽപ്പന വായിക്കുക എന്നതാണ്. മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് വായന എന്നത്, എഴുത്ത് എന്നത്, സാഹിത്യം എന്നത്, അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം എന്നത്. ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ദൈവകൽപ്പനയാണ് വായിക്കുക ദൈവനാമത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. സൂറത്ത് മറ്റൊരു ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന്. അപ്പം മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന്, അവിവേകത്തിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുന്ന, അവനെ വെളിച്ചത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് യഥാർത്ഥത്തിൽ വായനയാണ്. വായനയാണ് ആത്യന്തികമായ ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ, ധാർമ്മികതയുടെ അടയാളം എന്ന് വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. വായന കേവലം ഒരു ആത്മീയമായ സാക്ഷാത്കാരം എന്നതിലപ്പുറം ജീവിതത്തിലെ സമഗ്രമായ മേഖലകളിലും നമ്മൾ ഉയർന്നു നിൽക്കാൻ, വളർന്നു വരാൻ ഏറ്റവും അത്യന്താപേക്ഷികമാണെന്ന് ഖുർആൻ പറയുന്നു. അത് കേവലം ഒരു ആത്മീയതയ്ക്കപ്പുറം ഭൗതികതയെ എല്ലാം ഈ വായനയുടെ, എഴുത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ പരിധിയിൽ വരുത്തുന്നുണ്ട്. ഖുർആൻ തന്നെ ആദം നബിക്ക് ആദരവ് അർഹിക്കുന്നു എന്നതിൻ്റെ കാരണം മാലാഖമാരോട് ഒക്കെ ആദം നബി എന്ന മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട് സ്വർഗത്തിൽ വെച്ചിട്ട്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളൊക്കെ സദാ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്ത് പ്രാർത്ഥിച്ച് നിനക്ക് വിധേയരായി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ മനുഷ്യരെ പോലെ ഭൂതങ്ങളും, ഭൂതങ്ങളുടെ നേതാക്കളും ഇബ്ലീസുമൊക്കെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ആദമിന് എന്തിനാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്? അപ്പം അതിന് പറയുന്നൊരു മറുപടി, അദ്ദേഹത്തിന് അറിവുണ്ട് എന്നാണ്. ധാരാളം കഴിവുകളും അറിവുകളുമുള്ള ഒരാളാണെന്നാണ്. അപ്പം നോളജ്, സ്കില്ല് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ അലങ്കാരമാണ്.
അത് കേവലം ഒരു ആത്മീയതക്ക്, ഒരു ആത്മീയമായ കാര്യത്തിൽ ചുരുക്കുന്നതിന് പകരം ഖുർആൻ വിശദീകരിക്കുന്നത് ആദം നബിക്ക് ഭൗതികമായ സകല സാമഗ്രികളുടെയും മെറ്റീരിയലുകൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണെന്നാണ്. ദാവൂദ് നബിയെ പറ്റി പറയുന്നത് അലന്നാ ലഹുൽ ഹദീദ്, അദ്ദേഹത്തിന് സാങ്കേതിക വിദ്യ, ഇരുമ്പിനെക്കുറിച്ചിട്ടുള്ള വിദ്യ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം അതിൽ വിദഗ്ധനായിരുന്നു എന്നാണ്. ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്ന അദ്ദേഹം ആതുര ശുശ്രൂഷകനാണ്. ജനങ്ങളെ പരിചരിക്കാൻ വൈദ്യനായി രോഗങ്ങൾക്ക് ശുശ്രൂഷിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമ്മൾ കഴിവാർജിക്കുന്നതിലൂടെ ജനങ്ങൾക്ക്, നാടിന് സേവനം ചെയ്യുവാനും അവരെ ഉയർത്താനുമുള്ള സിദ്ധി നമുക്ക് ലഭിക്കുക എന്നതാണ് വായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആത്യന്തികമായ താല്പര്യം. ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇമാം ഗസാലി പറയുന്നുണ്ട്, ഒരു നാടിൽ കുറേ രോഗികളുണ്ടായി, എന്നിട്ടോ അവിടെ ഒരു ഡോക്ടറും ഇല്ല, ഒരു വൈദ്യനും ഇല്ല, എന്നാൽ ആ നാട്ടിലെ എല്ലാവരും കുറ്റക്കാരാണ് എന്നാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രം പഠിക്കൽ നിർബന്ധമാണ് എന്ന് പോലും ഗസാലി ഇമാം പറയുന്നു. ഇതിനർത്ഥം നമ്മൾ ജീവിതത്തിൻ്റെ ഇരുവശങ്ങൾ, ഭൗതികതയും ആത്മീയതയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ രണ്ടിനും തുല്യമായ പ്രാധാന്യമാണ്. അങ്ങനെ ബാലൻസ് ചെയ്യാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. വഅമല്ലി ദുന്യാക കഅന്നക തഈഷു അബദ, നിങ്ങൾ ഭൗതികമായൊരു കാര്യത്തിന് വേണ്ടി ഏർപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് കഅന്നക തഈഷു അബദ, നിങ്ങൾ എന്നെന്നും ഇവിടെ ജീവിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതേസമയം വഅമല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദ, പാരത്രികമായിട്ടൊരു ആത്മാവിനെ സംസ്കരിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നാളെ മരിച്ചു പോകണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കണമെന്നാണ്. അപ്പം ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യണം. കേവലം ഒരു സന്യാസം വിവാഹത്തെ, വിദ്യാഭ്യാസത്തെ, ജോലിയെ, കുടുംബത്തെ, സൗഹൃദത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാട് കയറി തപസ്സിരുന്ന് ധ്യാനം ചെയ്യുന്ന സന്യാസ ജീവിതം പ്രവാചകൻ പരിചയപ്പെടുത്തുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ അനുവദിക്കപ്പെട്ട സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചും ആനന്ദിച്ചുമാണ് നിങ്ങൾ ആത്മീയതയെ സാക്ഷാത്കരിക്കേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിന് വായന അടിസ്ഥാനപരമായി വേണ്ടുന്നതാണ്. ആ വായനയിലൂടെ എഴുത്ത്, പേന എന്നൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ ഹിറാ ഗുഹയിൽ ധ്യാനനിരതരായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ജിബ്രീൽ മാലാഖ വന്ന് ഓതുക ഇഖ്റ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ആജ്ഞാപിക്കുന്നത്. അങ്ങനെ ആജ്ഞാപിച്ച് ഒരു അജ്ഞാതം വന്നിട്ട് കൽപ്പിച്ചപ്പോൾ പ്രവാചകൻ പേടിച്ച് വിറച്ച് ഖദീജ ബീവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ജമിലൂനി ഖദീജ, എന്നെ പുതപ്പിക്കൂ, ഒരു അജ്ഞാതൻ വന്ന് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പ്രവാചകനോട് നടത്തിയ ഒരു പ്രതികരണം, പ്രവാചകനെ എങ്ങനെയാണ് പ്രവാചകൻ്റെ ഈ പേടിയെ മാറ്റിയെടുത്തത് എന്നുള്ള സന്ദർഭം ഹദീസിൽ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. കല്ല വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, താങ്കൾ പേടിക്കരുത്, താങ്കൾ ഭയക്കരുത്. ലാ യുഖ്സിക അല്ലാഹു അബദ, അങ്ങയെ ദൈവം കൈവിടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, പാവങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്, അവരെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നത്. ഒരു കുടുംബജീവിതത്തിൽ സ്വാഭാവികമായി പലപ്പോഴും ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്നെല്ലാം അകന്ന് പ്രാർത്ഥനാനിരതരാകുന്ന ആളെ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ ഇങ്ങനെ സമീപിക്കണമെന്നില്ല. നിങ്ങൾ കുടുംബകാര്യമൊന്നും നോക്കാതെ ധ്യാനിച്ചിരുന്നിട്ട് പ്രശ്നമുണ്ടായിട്ട് ഇവിടെ വന്നിട്ട് പേടിച്ച് പറയുകയാണോ എന്ന് പറയും. പക്ഷേ ഖദീജ ബീവി വളരെ തന്മയത്വത്തോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പിറ്റേന്ന് ജൂതനായൊരു പണ്ഡിതൻ്റെ അടുത്ത് എന്താണിത് സംഭവമെന്ന് അറിയാൻ പോകുന്നുണ്ട്. മാത്രമല്ല പൂർണ്ണമായിട്ട് പ്രവാചകന് നല്ലൊരു പ്രചോദനവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ആയത്ത്, ഈ ഒരു വചനം അവതരിപ്പിക്കപ്പെടുന്നത്.
ആ അവതരണത്തിൻ്റെ താല്പര്യം കൃത്യമായും നമ്മുടെ സാഹിത്യത്തിൻ്റെ, കലയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒരു പ്രചോദനമായിട്ട് തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാചക കാലത്ത് ശത്രുക്കളുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോൾ ബന്ദികളായി ശത്രുക്കളുടെ പടയാളികളെ തടവിലാക്കപ്പെട്ടപ്പോൾ ഇസ്ലാം മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച ഒരു കൽപ്പന, അവർക്ക് ധാരാളം വിദ്യാഭ്യാസമുള്ളവരാണ്, നമ്മുടെ അനുയായികൾ പലരും നിരക്ഷരരാണ്, അതുകൊണ്ട് ഈ യുദ്ധത്തടവുകാർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഈ നിരക്ഷരരായ ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ്. അപ്പോൾ സാക്ഷരത, അക്ഷരാഭ്യാസം അതൊക്കെ വലിയ പുണ്യമുള്ള ഇബാദത്തായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവരെ കായികമായി വധിക്കുന്നതിന് പകരം, അവരെ ആക്രമിച്ച് കൊല്ലുന്നതിന് പകരം അവരിൽ നിന്ന് അറിവാർജിച്ചെടുക്കാനാണ് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വചനത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അറബിയിൽ ഈ ഒരു വിദ്യാഭ്യാസത്തിന്, സംസ്കാരത്തിന്, നാഗരികതയ്ക്ക് പ്രാധാന്യം കൈവരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗമായി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, ധാരാളം മധുരാലയങ്ങൾ വന്നു. ഓപ്പറേഷൻ ഇല്ലാത്തൊരു കാലത്ത് ഓപ്പറേഷൻ അടക്കം, മൾട്ടി ഹോസ്പിറ്റലുകൾ അടക്കം അറേബ്യൻ രാജ്യത്ത് ഈയൊരു ആഹ്വാനപ്രകാരം വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് പ്രവാചകൻ്റെ നിരന്തരമായ പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണം, എനിക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മുന്നോട്ട് പോകാൻ എനിക്ക് അറിവ് ആവശ്യമാണ്. അതുകൊണ്ട് ഉത്തുലുബ് ബിൽ ഇൽം വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് ആർജിക്കണം. അക്കാലത്ത് ചൈനയിൽ പോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു അറേബ്യൻ നാടുകളിൽ. അപ്പോൾ അത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ട് ചൈനയിൽ പോയിട്ട് അറിവ് നേടുക എന്ന ഒരു ആഹ്വാനം, അത് ഒരു വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ വഴിയടയാളമായിരുന്നു. അങ്ങനെ അറിവിനെ സ്വീകരിക്കുന്ന, അറിവിൽ ലയിക്കുന്ന ഒരു വിശ്വാസി സമൂഹം ഉണ്ടായാൽ മാത്രമേ തലമുറകൾക്ക് വെളിച്ചം പകരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വെളിച്ചത്തിൻ്റെ വഴിയടയാളമാവാൻ വിശ്വാസികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.